ഏവർക്കും ദേവദാരുവിലെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. വരാഹി നവരാത്രി വ്യാഴാഴ്ച മുതൽ തുടങ്ങും. ദേവി വേണ്ടതെല്ലാം നൽകി അനുഗ്രഹിക്കുന്ന സമയമാണിത്. എങ്ങനെ വേണം വ്രതമെടുക്കേണ്ടത്, എന്തെല്ലാമാണ് നാം ചെയ്യേണ്ടത് എന്ന് നോക്കാം. ദേവി ആരാധനയിൽ ഏറ്റവും സുപരിചിതമായ ആഘോഷ അനുഷ്ഠാന ദിനങ്ങൾ ശരത്കാല ശാരദ നവരാത്രിയാണ്. രാജ്യമെമ്പാടും വിപുലമായിട്ടാണ് ഇത് ആഘോഷിക്കുന്നത്. അതായത് ആഷാഢത്തിലെ ശുക്ലപക്ഷ പ്രഥമയായ ജൂൺ 26-ന് തുടങ്ങുന്ന ഈ നവരാത്രി ജൂലൈ 4-ന് മഹാവരാഹി പൂജയോടെയാണ് തീരുന്നത്. ശ്രീ ലളിതാദേവിയുടെ സേനാനായികയായ വരാഹി ദേവി ഭജനത്തിന് ഏറെ വിശേഷപ്പെട്ടതാണ് ഈ 9 ദിവസങ്ങൾ. വരാഹി ദേവിയെ ഉപാസിക്കുന്നവർക്ക് താമരക്കിഴങ്ങ്, ശതാവരിക്കിഴങ്ങ്, പനംകിഴങ്ങ് തുടങ്ങിയ വിവിധ തരം കിഴങ്ങുകൾ സമർപ്പിക്കാം. പൊതുവെ എല്ലാത്തരം കിഴങ്ങുകളും വരാഹി അമ്മയ്ക്ക് പ്രിയങ്കരമാണ്. ഹാരങ്ങളിൽ ഏറ്റവും ഇഷ്ടം ചുവന്ന അരളിമാലയാണ്. കൂവളം, കൃഷ്ണതുളസി, മുല്ല, നീല ശംഖുപുഷ്പം, മല്ലിക എന്നിവയുടെ മാലകളും അമ്മയ്ക്ക് സമർപ്പിക്കാറുണ്ട്. ചെമ്പരത്തി, ചുവപ്പ് അരളി, നീല ശംഖുപുഷ്പം, മല്ലിക എന്നീ പൂക്കളാണ് അർച്ചനയ്ക്ക് എടുക്കുന്നത്. ദീപത്തിന് നല്ലത് പശുവിൻ നെയ്യ്, നല്ലെണ്ണ എന്നിവയാണ്. തേന്, ഉഴുന്നുവട, അപ്പം, കപ്പ, പഴം മുതലായ നല്ല നിവേദ്യങ്ങളാണ് അമ്മയ്ക്ക് സമർപ്പിക്കാൻ പറ്റിയത്. പായസം, ശർക്കര, പൊങ്കൽ, തൈര്, പാല്, വെള്ളമൊച്ച, ചുണ്ടൻ കടല, മധുരക്കിഴങ്ങ്, തേന്, മഞ്ഞൾ ചോറ്, എള്ളുചോറ് എന്നിവയും അമ്മയ്ക്ക് സമർപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. കറുതുമൊച്ച ചുണ്ടൻ കടല സമർപ്പിച്ചാൽ ശത്രുശല്യം ഒഴിയും തീർച്ച. ശർക്കര പൊങ്കൽ നടത്തിയാൽ തടസ്സങ്ങൾ എല്ലാം വേഗം തന്നെ മാറി പരിഹാരം കാണാം. വരാഹി ദേവിയെ ഭജിക്കുന്നവർക്ക് ആരെക്കുറിച്ചും ദോഷം പറയരുത്. അഥവാ അങ്ങനെ പറയുന്നത് തെറ്റാണെങ്കിൽ തിരിച്ചടി കിട്ടും ഉറപ്പ്. സംശയപൂർവ്വം ഒരു കാരണവശാലും ദേവിയെ ഭജിക്കരുത്. ബീജമന്ത്രങ്ങൾ ജപിച്ച് ശ്രീ വരാഹി ദേവിയെ ഭജിക്കാൻ കഴിയാത്ത ഭക്തർ 12 മന്ത്രങ്ങളായ അമ്മയെ ചൊല്ലി നമുക്ക് അമ്മയെ ആരാധിക്കാം. സപ്തമാതൃക്കളിൽ ഒന്നായി ശ്രീ വരാഹി ദേവിയെ ഭജിക്കാൻ ഏറ്റവും ഉത്തമമായ സമയം 7 മുതൽ 9 വരെയാണ്.